5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഓക്കെ സർ, താങ്ക് യു. കൈലാഷ്, അങ്കിൾ ലൈനിലുണ്ട്. നിന്നോട് എന്താ സംസാരിക്കാനുണ്ടത്രേ. ഹലോ ഡാഡി. നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ പാർവതിയുടെ നാട്ടില്. നീ അവളുടെ നാട്ടിൽ പോകുന്നത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഡാഡി. ഡാഡി മുംബൈയിൽ ഒരു കോൺഫറൻസിലായിരുന്നില്ലേ, അതിനിടയിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതിയാ പറയാതിരുന്നത്. എനിക്കൊരു ദിവസമേ കോൺഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. നീ പോയിട്ട് 3 ദിവസമായില്ലേ? വിളിക്കാൻ ഓർത്തതാ, പക്ഷേ ഇവിടെ രുദ്രപ്രതാപൻ എന്ന് ഒരുത്തൻ പാർവതിയും ഫാമിലിയും എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആലോചിക്കുന്നതിനിടയിൽ ഡാഡിയെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. സോറി ഡാഡി. കമ്പനി കാര്യങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാ നീ പോയത്? അത് ഡാഡി, ഈ ബിസിനസ് നിനക്ക് വെറും കുട്ടിക്കളിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ ഡാഡി, എത്രയും പെട്ടെന്ന് നീ ഇവിടെ തിരിച്ചെത്തണം. ഷുവർ ഡാഡി. എനിക്ക് ഡാഡിയുടെ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? ഇവിടുത്തെ ദേവി ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി. മോഷണക്കുറ്റം പാർവതിയുടെയും അവളുടെ അച്ഛൻ്റെയും തലയില്ല. പക്ഷേ അവര് നിരപരാധികളാണ് ഡാഡി. ശരിയായ കള്ളനെ കണ്ടുപിടിച്ചാലേ അവര് നിരപരാധികളാണെന്ന് ഇവിടെ ഉള്ളവർ വിശ്വസിക്കൂ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറാ കേസ് അന്വേഷിക്കുന്നത്. ഡാഡി കമ്മീഷണറെ വിളിച്ച് പറഞ്ഞ കമ്മീഷണർ ഞാനീ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറിനെ വിളിക്കും. അന്വേഷണം കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഡാഡി ഒന്ന് കമ്മീഷണറെ വിളിച്ച് പറയൂ. എന്നോട് പറയാതെയല്ലേ നീ ഇവിടുന്ന് പോയത്? അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഹെൽപ്പ് നീ പ്രതീക്ഷിക്കണ്ട. ഡാഡി പെട്ടെന്ന് തിരിച്ചെത്തണം. ഹലോ ഡാഡി. ഹലോ. ഈ നാട്ടിൽ ആശുപത്രിയൊന്നുമില്ല. ഞാൻ മരിച്ചു പോകുന്ന തോന്നുന്നത്. നീ ഒന്ന് പേടിക്കാതിരിക്കേ. ഈ നാട്ടിലെ ആശുപത്രി ഇല്ലെങ്കിലേ ഞാൻ നിന്നെ പട്ടണത്തിലെ ആശുപത്രി കൊണ്ടുപോകും. പട്ടണത്തിൽ പോകണമെങ്കിൽ വണ്ടി കിട്ടണ്ടേ? നമ്മൾ എത്ര നേരമായിട്ട് നടക്കുന്നു. ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴി പോകണ്ടില്ല. ഞാൻ ചത്തുപോകും, ഉറപ്പാ. നീ വിഷമിക്കാതിരിക്കേ. നമ്മൾ റോഡെത്താറായി. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാതിരിക്കില്ല. ആ മോളെ, മോളെ ഇവിടെ കാറോ ഓട്ടോയോ വല്ലതും കിട്ടുമോ? ഇവനൊന്ന് ആശുപത്രിയിൽ എത്തിക്കാനാ. കാറോ ഓട്ടോറിക്ഷയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങ് ആൽത്തറ കവലയിൽ പോണം. ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ? ആ, കൊറേ ദൂരമുണ്ട്. മണിയമ്പല കാവും സ്കൂളും കഴിഞ്ഞു പോണം. നിനക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റുമോ? അതിനു മുമ്പ് ഞാൻ ചാവോടാ. ഈ മാമൻ എന്തു പറ്റിയതാ? പാമ്പ് കടിച്ചതാ. പാമ്പ് കടിച്ചാണോ? എന്റെ മുത്തശ്ശനെ വൈദ്യരാ.